ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു കളർഫുൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാ ഈ കാണുന്ന ഒരു സ്ലാബ് ഒരു വർക്ക് ഏരിയയാണ്. അപ്പോൾ ഈ വർക്ക് ഏരിയയുടെ ഈ സ്ലാബ് ഇവിടെ ഒരു അരകല്ലും ഉണ്ട്. അരകല്ല് ഉപയോഗിക്കത്തില്ല, പക്ഷെ ഒരു അരകല്ലും ഉണ്ട്. അതുപോലെ തന്നെ അത് ഇവിടെ ഒരു സിങ്ക് വാഷ് ബേസും വെക്കണം. എന്നിട്ട് ഇത് ഫുൾ പ്ലാസ്റ്ററിങ് ചെയ്ത് ഇതൊന്ന് കളർഫുള്ളാക്കി കൊടുക്കണം. അപ്പോൾ കളർഫുൾ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് റെഡ് ഓക്സൈഡാണ്. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ഇതൊരു വർക്ക് ഏരിയയാണ്. ഒരു വീടിൻ്റെ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ചെറിയൊരു വർക്ക് ഏരിയയാണ്. അപ്പോൾ ആ വർക്ക് ഏരിയയിൽ നമ്മളടുത്ത് പറഞ്ഞ് ഇതൊന്ന് കളർഫുള്ളാക്കി കൊടുക്കണം അവർക്ക്. അപ്പോൾ നമ്മൾ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ ചാന്തൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രൗട്ടൊക്കെ തേക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കാരണം ആ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ടോപ്പിൽ ചാന്തൊക്കെ ഇട്ടിട്ടുണ്ട്. ചാന്ത് വിട്ട് ഇനി ഇവിടെ ഒരു സിങ്ക്, അത് പഴയൊരു സിങ്കാണ്, ഇവിടെ ഇരുന്ന സിങ്ക് തന്നെയാണ്. അപ്പോൾ ആ സിങ്കും അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി പുതിയ സിങ്കൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് നമ്മൾ ആ സിങ്കും സെറ്റ് ചെയ്ത് ഇതിൻ്റെ സ്ലോപ്പ്, അതായത് സ്ലാബിൽ വീഴുന്ന സ്ലോപ്പ് മുഴുവനും വെള്ളം ആ സിങ്കിലോട്ട് പോകാൻ കണക്കാക്കിയാണ് നമ്മൾ സ്ലോപ്പ് ചെയ്ത് ഇത് ചാന്ത് ഇടുന്നത്. അപ്പോൾ അവിടെ ഒരു പഴയ ഒരു അമ്മിക്കല്ലിരിപ്പുണ്ടായിരുന്നു. അപ്പം ക്ലയൻറ്റ് ആ അമ്മിക്കല്ല് വേണം എന്ന് പറഞ്ഞു. അവർ ഉപയോഗിക്കത്തില്ല, പക്ഷെ അവിടെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ആ പഴയ കല്ല് തന്നെയാണ് നമ്മളൊന്ന് സൈഡിൽ സിമൻ്റൊക്കെ ഒന്ന് കൊത്തിക്കളഞ്ഞ് അതേപോലെ കിഴക്ക് ദർശനം നോക്കി പഴയത് എങ്ങനെയാണോ ഇരുന്നത് അതേ അളവിന് നമ്മൾ ആ കല്ല് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി അടുത്ത പരിപാടിയാണ് നമ്മൾ റെഡ് ഓക്സൈഡ്. അപ്പോൾ റെഡ് ഓക്സൈഡ് മിക്സ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് റെഡ് ഓക്സൈഡ് വരുന്നത് ഈഗിളിൻ്റെ കമ്പനിയാണ്. അത്യാവശ്യം നല്ല. അപ്പോൾ ഇത് മിക്സ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞത് നമ്മൾ ചിരട്ടയോ കപ്പോ എന്തിനു വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 3 ചിരട്ട ഗ്രേ സിമൻറ്റ്, നമ്മളെ സാധാ സിമൻറ്റ്, ഒരു 2 ചിരട്ട നമ്മളെ റെഡ് ഓക്സൈഡ്, ഇത് രണ്ടും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യുമോ അത്രയും നല്ലതാണ് കേട്ടോ. കാരണം മിക്സിങ് നല്ല രീതിയിലായിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേക്കുമ്പോൾ അവിടെ ഗ്രേ കളറായിരിക്കും. സംഭവം നമ്മൾ തേച്ച് 2 സൈഡിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബോർഡർ കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കഴുകുന്ന വെള്ളം പുറത്തോട്ട് ചാടാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് റെഡ് ഓക്സൈഡ് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു പരുവമായിരിക്കണം, അതായത് ഒരു തീരെ ലൂസാവാതെ വേണം നമ്മൾ തേക്കാൻ. അപ്പോൾ റെഡ് ഓക്സൈഡ് തേക്കുമ്പോൾ നമ്മൾ എത്രത്തോളം തേക്കുമോ അത്രത്തോളം കളറ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒരു ചെറിയൊരു തേപ്പൊക്കെയാണ് തേക്കുന്നതെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കളറേ കാണത്തുള്ളൂ. ഒരു തേപ്പ് തേച്ച് അത് ഇത്തിരി ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടി തേച്ച് കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കണക്കിന് ഒരു തേപ്പ് തേച്ചിട്ട് ഇത് ഒരൊറ്റ തേപ്പാണ് തേച്ചത്. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് നല്ല ഷാർപ്പായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഈ ചാരിയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ദേഹത്ത് ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് വെള്ളത്തിൽ മുക്കി ഇതിൻ്റെ എഡ്ജൊക്കെ ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ഷാർപ്പും അത് മാറി നല്ല റൗണ്ടായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെളിയിലത്തെ വർക്ക് കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ? പഴയതിരുന്നേക്കാളും ഇപ്പം കാണാൻ നല്ല ചന്തമായി, നല്ല കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.